തനിക്കെതിരെ വ്യാജ വാർത്തകൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിതുമ്പി CPM നേതാവ് PK ശ്രീമതി. ഭാരത് ലൈവ്, കർമ്മ, ജനം ചാനലുകളാണ് വാർത്ത നൽകുന്നത്. ഏറെക്കാലമായി തുടരുകയാണ്. കുടുംബത്തിനെതിരെ പോലും വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും PK ശ്രീമതി പറഞ്ഞു. മലയാളം അറിയാവുന്ന എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം എനിക്കെതിരെ വളരെ തെറ്റായ, അടിസ്ഥാനരഹിതമായ, അസംബന്ധമായ വാർത്തകൾ ജനം TVയുടെ ഭാഗത്ത് നിന്ന്, അതിനുശേഷം കർമ്മ, അതിനുശേഷം ഭാരത് ലൈവ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സായാഹ്ന പത്രം സുദിനം, ഞാൻ ഇത്രയുമാണ് എനിക്ക് അയച്ചു തന്നത്. പലരും അയച്ചു തന്നിട്ടുള്ള വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങനെ പോകുമെന്നാണ് ധരിച്ചത്. പക്ഷെ അത് തുടർച്ചയായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള നിലയിലും ജനം TV സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചാനലാണ്. ഇങ്ങനെ അത് അടിക്കടി വന്ന് വീണ്ടും എൻ്റെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും ഇത് അടിയന്തരമായിട്ട് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ വിഷമം ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കുറേ യൂട്യൂബ് ചാനലുകൾ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ വസ്തുതകളൊക്കെ ശേഖരിച്ചുകൊണ്ട് വീഡിയോ, അതുപോലെ സുദിന പത്രത്തിൻ്റെ കോപ്പി, ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് വീണ്ടും നിരവധി പേർ എനിക്ക് ആ ചാനൽ അയച്ചു തന്നു. പ്രത്യേകിച്ച് ഭാരത് ലൈവ്, ജനം, കർമ്മ, ഇവരുടെയൊക്കെ വീഡിയോ അയച്ചു തന്നു. അതിൽ പറയുന്നത് ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. ആ വാർത്ത അവതരണമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. പെൺകുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. കേട്ടാൽ വിശ്വസിച്ചു പോകുന്ന വിധത്തിലാണ്, വളരെ വൾഗറായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ വൾഗറായിട്ടാണ്. ഇത്രയും തെറ്റായിട്ടുള്ള, അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ ഒരു വാക്കിനോട് ചോദിക്കുക, ഇല്ല. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ? അല്ല, ഇതിൻ്റെ പിന്നിൽ എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കാരണം ഒരുപാട് തവണ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഒരുപാട് കാലം ഞാൻ കമൻറ്റ് എനിക്കെതിരെ പലരും വളരെ വൃത്തികെട്ട രീതിയിൽ കൊണ്ടുവരാറുണ്ട്. തീവ്രത ഞാൻ ഉപയോഗിച്ചൊരു വാക്കല്ല. ഞാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിച്ച വാക്കല്ല. എന്നിട്ട് എന്തോരം മോശമായിട്ടാണ്, എത്ര തവണയാണ്, ഏതെല്ലാം പേജിലാണ് എനിക്കെതിരായിട്ട് ഈ ഇത്ര വൃത്തികെട്ട വിധത്തിൽ എഴുതി, എന്നെപ്പോലുള്ള ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്കെതിരെ ഈ കേരളത്തിൽ കമൻ്റ് ഇട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം എത്രയാണ് പ്രതികരിക്കുക. ഒരു തവണയല്ല 2 തവണ ഞാൻ കേസ് കൊടുത്ത ഒരു തവണ BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. അത് തെറ്റിപ്പോയി. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ല, അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. അന്തരിച്ചു പോയ ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു നിയമസഭയിൽ PT തോമസ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, കോവിഡ് കാലത്ത് എൻ്റെ മകന് ഓക്സിജൻ പ്ലാന്റിൽ നിന്നും ആ ഓക്സിജൻ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്നും അങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുകയാണെന്നും എല്ലാമുള്ള വാർത്ത വെറുതെ പറഞ്ഞതല്ല. പത്രസമ്മേളനത്തിൽ എറണാകുളം അതിൻ്റെയൊക്കെ കോപ്പി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനത് പയ്യന്നൂരിൽ ഒരു കേസ് കൊടുത്ത് തളിപ്പറമ്പിലുള്ള നമ്മളെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് മുഖേന കേസ് കൊടുത്തു.
കേസ് എടുക്കാൻ വേണ്ടി പോകുന്നതിന് 2 ദിവസം മുൻപാണ് എനിക്ക് അദ്ദേഹം അഡ്വക്കേറ്റ് പറഞ്ഞു, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള നിലയിൽ അസുഖമായിട്ടാണ് ഇപ്പോൾ ചികിത്സിക്കുകയാണ്, ഇന്ന രോഗമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം ആ കേസ് ഇപ്പോൾ എടുക്കണ്ട. അപ്പം അതിനൊരു കോടതിയിൽ എടുക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലായിരുന്നു. അത് എടുക്കണ്ട, അവിടെ നിൽക്കട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു.